എന്താടാ സുഖാണോ? Well, gentlemen, as I told you earlier, European cars are the best in the world. And what we have done on the European model is something very fundamental. Now let's take a look at what we have done on the Indian models. As we see here, in the Indian model cars, we don't have enough stroke length for the piston, and hence the torque and the power is very normal for a normal RPM. Now what I'm going to do here is I'm going to increase the stroke length of the piston. See, as simple as that. Since I have increased the stroke length of the piston, the volumetric സർ, നമ്മുടെ നാട്ടിൽ വർക്കൗട്ട് ആവില്ല. and the power automatically increases for the same normal RPM. Well, that's about it, gentlemen. സർ, What you say may suit your European standards, and you don't seem to know about the Indian roads and Indian attitude towards driving. For that, we may have to increase the bore die of the cylinder to get volumetric efficiency, torque and power for the same RPM. Is it true? യെസ് സർ. Who are you? In what capacity you say this to me? Sir, this is Gautam, one of our chief mechanics, sir. Mr. Ranganathan, I don't need any mechanic to make designs to my car. You got it? And any mechanic. Just ask him to get out. Sir, for your information, സാറേ ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ്. അതുകൊണ്ട് കല്യാണം ആലോചിക്കണെന്നാ പറയുന്നത്? പുറത്ത് പറഞ്ഞവിടെ മെക്കാനിക് നോ യുവർ ലിമിറ്റേഷൻസ്. ഒരു മെക്കാനിക് പറഞ്ഞത് കേൾക്കാൻ ഞങ്ങളൊന്നും അത്ര മണ്ടന്മാരല്ല. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഓഫ് ഹിയർ. സർ, ആ മെക്കാനിക്ക് പുറത്തു പോയാൽ മാത്രമേ ഞാൻ തുടങ്ങത്തുള്ളൂ. ഐ വിൽ കണ്ടിന്യൂ. സോറി ജെന്റിൽമാൻ. വിട്ടേര് സാറേ, വേണ്ട. सिक्योरिटी, किसी कार है, निकले जाता है. എങ്ങോട്ടാണോ വായിക്കൊണ്ട് മേടിക്കാൻ പോണം? अरे मैकेनिक, इधर आओ. അല്ല, മെക്കാനിക് എന്താ വേഗം വന്നല്ലോ? അച്ഛൻ നല്ല മെക്കാനിക്കാ അല്ലേ? ഗുഡ് ബാഡ് മെക്കാനിക്. നാളെ ഉണ്ടാക്കി തരാം. അമ്മേ, എനിക്ക് മാത്രമല്ലേ ഇത്? എന്താ മെക്കാനിക്, മറുപടി ഒന്നുമില്ലേ? എന്താ പെട്ടെന്ന് വന്നേ? ഈ മെക്കാനിക്കിന്ന് വിളിക്കുന്ന ദൈവം ഒന്ന് നിർത്താവോ? മെക്കാനിക്കിനെ മെക്കാനിക്കിന്ന് വിളിക്കാതെ ഡോക്ടറിന്ന് വിളിക്കാൻ പറ്റുമോ? ശരി, ഇനി മുതൽ എന്നെ എങ്ങനെ വിളിക്കണ്ട. ഞാൻ അങ്ങനെ വിളിക്കൂ. മെക്കാനിക് 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 അടിച്ച് പല്യം തെറിപ്പിക്കും ഞാൻ. മെക്കാനിക്ക് ജോലി ആടി ചെയ്യുന്നേ, മാമ വേലയൊന്നും അല്ലല്ലോ. എഴുന്നേറ്റ് പോടി. പൊന്നറാസ്കൾ. Shit.
ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വരാം. ഞാൻ ഇതിനെ 2 mm ഇൻക്രീസ് ചെയ്ത് നോക്കട്ടെ. നീ അതൊന്ന് ആൾറേറ്റ് ചെയ്ത് നോക്കി. സ്കെയിലിൽ മാറാൻ നോക്കിയാൽ മതി. നോക്ക്. താങ്ക് യു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ജസ്റ്റ് ട്രൈ ദിസ്. ഏകദേശം അടുത്തെന്നാണ് തോന്നുന്നത്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി. ഈ ഐഡിയ ഒന്നും ശരിയാവും തോന്നുന്നില്ല കേട്ടോ. ദൈവത്തിൻ്റെ കോൺഫിഡൻസ് കളയില്ല. ആ ശരി ശരി. ഹലോ. ആ വരാം വരാം വരാം. ഓ അളിയാ ഞാൻ പോവാണേ. ഹലോ എടി നീ ഫോൺ പോയി, ഞാൻ അത് എത്തിക്കഴിഞ്ഞു. മനസ്സമാധാനമായിട്ട് ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കരുത്. ഗൗതം, സാർ, രാവിലെ തൊട്ട് നിന്റെ ഭാര്യ 4 തവണ ഫോൺ ചെയ്തു. നീ അവരോടൊന്ന് സംസാരിക്കുന്നേ. ഞാൻ സംസാരിക്കാം സാർ. ഇപ്പം തന്നെ സംസാരിക്കാം സാർ. ഞാൻ വിളിക്കാം സാറേ. Yes. Hey. Hey. എന്നെ കൊണ്ട് കഴിയും. നന്ദിനി, ഈ മഴയത്ത് നീ എങ്ങോട്ടാ? വന്ന് കയറി കയറിക്കേ. മോളെ അയച്ചു. നന്ദിനി പ്ലീസ്, പറയുന്നത് കേൾക്ക്. മഴ പെയ്യുമ്പോൾ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ നിൽക്കരുത്. കാറിലേക്ക് വരാനല്ലേ പറഞ്ഞത്. നന്ദിനി പ്ലീസ്. എന്നോടൊപ്പമുള്ള ജീവിതം നിനക്ക് ബോറടിച്ചു അല്ലേ? ഓഫീസിലൊരു പ്രശ്നമുണ്ട്. നീ വീട്ടിലേക്ക് വാ, പറയാം. വാ. രാവിലെ തൊട്ട് 15 കോൾ ഞാൻ ചെയ്തു. ഒരു കോള് പോലും എടുക്കാൻ തോന്നില്ല അല്ലേ? എത്ര മോശമായിട്ടാണ് നീ പെരുമാറിയത് മോളുടെ മുന്നിൽ. അത് പെട്ടെന്ന് അങ്ങനെ വായിലൊന്നും വന്നു പോയതാ. ഒന്നും പറയണ്ട, നീ മനഃപൂർവ്വം പറഞ്ഞതാ. അമ്മേ, അച്ഛൻ അറിയാതെ എന്തൊക്കെയോ പറഞ്ഞു പോയതല്ലേ, ഒന്ന് ക്ഷമിച്ചേക്കമ്മേ. അമ്മേ, ഈ ഒരു പ്രാവശ്യം അച്ഛൻ വിഷമിച്ചിരിക്കോ അമ്മേ. വാ വാ, ഒന്ന് കാറിക്കേറ്. അച്ഛാ, മഴ നനയാതെ ഇങ്ങോട്ട് വാച്ചാ. വെറുതെ ആ മഴ നനഞ്ഞു. അടിയുണ്ടാക്കാതെ കടന്നോണം.